എൻ്റെ പേര് സിസി, എൻ്റെ ഹസ്ബൻഡ് റോയി. ഞങ്ങൾ ചെമ്മന്തൊട്ടിയിൽ നിന്നാണ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞ് 23 വർഷങ്ങളായ ഒരു കുടുംബത്തിന്റെ മൂന്നാമത്തെ കുട്ടിയാണ്. നമുക്ക് സാക്ഷ്യം കേൾക്കാം. ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ കുഞ്ഞാണ്. ഈ കുഞ്ഞിനെ ഈശോ ഞങ്ങൾക്ക് തരുമ്പോൾ എനിക്ക് 45 വയസ്സ് പ്രായമുണ്ടായിരുന്നു. കൺസീവ് ആണെന്ന് അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്, ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങളുണ്ടായാൽ കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഡൗൺ സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെയേറെയാണ്. അതുപോലെ തന്നെ അമ്മയ്ക്കും വളരെയേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ വളരെയേറെ ആലോചിച്ച് മാത്രം ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്താൽ മതിയെന്നാണ് പറഞ്ഞത്. എന്ത് വന്നാലും ഞങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യും, ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ വേണമെന്ന് ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു. ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയനായി മറ്റൊരു ഡോക്ടറെയും പോയി കണ്ടു. ആ ഡോക്ടറും ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. ആ സമയം എനിക്ക് വെരിക്കോസ് വെയിൻ മൂലം വളരെ ഭയങ്കരമായ വേദനയായിരുന്നു. 2021 നവംബർ മാസത്തിൽ ഞങ്ങളിവിടെ പ്രാർത്ഥിക്കാനായി വരികയും അച്ഛനെ കാണുകയും ചെയ്തു. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, ഈ കുഞ്ഞ് ഈശോ നിങ്ങൾക്ക് തന്ന ഒരു സമ്മാനമാണ്. കുഞ്ഞിനോ അമ്മയ്ക്കോ യാതൊരു കുഴപ്പവും ഈശോ വരുത്തുകയില്ലെന്നും എല്ലാ ദിവസവും വയറിന് മുകളിൽ കൈകൾ വെച്ച് ഇത് ഈശോയുടെ കുഞ്ഞാണ്, ഈശോ ഈ കുഞ്ഞിനെ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു. ഞങ്ങൾ എല്ലാ ദിവസവും അതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവാനുഗ്രഹത്താൽ പ്രഗ്നൻസി കാലഘട്ടത്തിലോ ഡെലിവറി സമയത്തോ എനിക്കോ കുഞ്ഞിനോ യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. 2022 ജൂലൈ 2 യാതൊരു വൈകല്യവുമില്ലാത്ത പൂർണ്ണ ആരോഗ്യതയായ ഒരു പെൺകുഞ്ഞിനെ നൽകി ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു. ബന്ധുവിനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കോടാനുകോടി നന്ദി. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഞങ്ങളെ ധൈര്യപ്പെടുത്തിയ റാംസുൽ അച്ഛനും ഒത്തിരിയേറെ നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 45-ാമത്തെ വയസ്സിൽ പ്രഗ്നന്റ് ആണ് എന്ന് റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, റിസ്ക്കാണ്, അംഗവൈകല്യം ഉണ്ടാവാം, ഡൗൺ സിൻഡ്രോം ഉണ്ടാവാം, അതുപോലെ അമ്മയ്ക്കും കുഞ്ഞിനൊക്കെ റിസ്ക്കാണ് എന്നൊക്കെ പറഞ്ഞ് പരമാവധി ഫസ്റ്റ് ഒപ്പീനിയനും സെക്കൻഡ് ഒപ്പീനിയനും ഒക്കെ പേടിപ്പിച്ച് നിങ്ങൾ വേഗം ആലോചിച്ച് തീരുമാനിക്കും. എന്താണെന്ന് നിങ്ങൾക്കറിയാം, ആലോചിക്കാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇവരിവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. ഉദരത്തിൽ കൈവച്ചൊരു കൊന്തയൊക്കെ പിടിച്ച് വയറ്റിൽ വെച്ചിട്ട് രണ്ടുപേരും കൂടി പ്രാർത്ഥിച്ചു. ഉദരത്തിലുള്ളത് ഈശോയുടെ കുഞ്ഞാണ്, ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നു. ഈശോ പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. 45-ാമത്തെ വയസ്സിൽ കുഞ്ഞുണ്ടായ ആ കുഞ്ഞിങ്ങനെ ഇരിക്കും കേട്ടോ. അവർക്ക് വിളിച്ചേ ഈശോയേ. പ്രിയപ്പെട്ടവരെ, അച്ഛനെ പ്രസവിക്കുമ്പോൾ അച്ഛൻ്റെ അമ്മച്ചിക്ക് 43 വയസ്സുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്.